അടുത്ത് വന്നിട്ട് കണക്ടർ. ഇത് വന്നിട്ട് എന്തിനാ വരുന്നത്? ഫ്ലോ ചാർട്ട് പോലെ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ ഫ്ലോ ചാർട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മാത്തമാറ്റിക്സിലൊക്കെ വരും ഫ്ലോ ചാർട്ട്. കൺട്രോൾ കെ അടിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ആവും 2 ലൈനും. ഇപ്പോൾ 2 ലൈനും ഒരേ എൻ്റർ അടിച്ചിട്ട് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്, സ്റ്റാർട്ടും സ്റ്റോപ്പും. കൺട്രോൾ കെ അടിച്ചു കഴിഞ്ഞാൽ രണ്ടും സ്പ്ലിറ്റ് ആവും. കേട്ടോ, സ്റ്റാർട്ട് വരെ വന്നു, സ്റ്റോപ്പ് വരെ വന്നു. വീണ്ടും കൺട്രോൾ കെ അടിച്ചു കഴിഞ്ഞാൽ അതിൽ എസ് ടി പി ഒക്കെ സെപ്പറേറ്റ് ആവും. ലാസ്റ്റ് ക്ലാസ് പറഞ്ഞ പോലെ ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരും. അതിൻ്റെ സൈസ് ഞാൻ പ്രോപ്പറായിട്ടൊരു സൈസ് കൊടുക്കും. ഓക്കെ, ഇതിൻ്റെ സ്റ്റാർട്ടിൽ ഞാൻ ഇതവിടെ കൊണ്ടുവച്ചു. ബോക്സിനെ സെലക്ട് ചെയ്തു, CE സെലക്ട് ചെയ്തു, എന്നിട്ട് ഈ ബോക്സിനെ സെലക്ട് ചെയ്തു, CE. ഇങ്ങനെയാണ് ഒരു ഫ്ലോ ചാർട്ട് വരിക. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പുതുതായിട്ട് നോക്കിക്കോളൂ. സാധാരണ ഏതെങ്കിലും ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണത് എവിടുന്ന് തുടങ്ങുന്നത് കുറേ ഇതുണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യണം, അതിൻ്റെ ഇടയിൽ കുറേ പ്രോസസ്സ് ഉണ്ടാവും. പിന്നെ ഓരോ ഡയമെൻഷനിലും ഓരോ മെഷർമെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന ഒരു ലൈനുണ്ട്. ഓക്കെ, ആ ലൈനാണ് നമ്മൾ ഈ കാണുന്ന കണക്ടർ. വേണ്ട, കണക്ടർ എടുത്താൽ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഓരോ ഡോട്ട്സുകൾ കാണുന്നുണ്ട്. കണ്ട, സർക്കിളൊക്കെ റെഡ് ഡോട്ട്സ്. നമ്മൾ പിക് ടൂൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡോട്ട്സ് ഒന്നും കാണില്ല. കണക്ടർ എടുത്തു കഴിഞ്ഞാൽ ഡോട്ട് വന്നു. കണ്ട, പിന്നെ ഈ ഫ്ലോ ചാർട്ടിൽ നിന്ന് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലൈന് വന്നു. ഇവിടെ നിന്ന് ഇവിടെ ലൈന് വന്നു. വേണമെങ്കിൽ ഇവിടെയും കൊടുക്കാം. ഇങ്ങനെയും പോവാ, ഇങ്ങനെയും പോവാ, ഇങ്ങനെയും പോയിട്ട് ഇങ്ങനെ എൻഡ് ചെയ്യാം, ഇങ്ങനെ എൻഡ് ചെയ്യുക. ഇത് ഇങ്ങനെ ചെയ്യും. ഇതെന്തിനാ കണക്ടറായിട്ട് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ ബോക്സിൽ നീക്കണം പറഞ്ഞാൽ ആ കണക്ടറും അതിൻ്റെ കൂടെ വരും. ആ കണക്ടർ സെപ്പറേറ്റ് ആക്കാൻ പറ്റില്ല. ഓക്കെ, കണക്ടർ നമുക്ക് അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലാതെ ഇങ്ങനെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഏതാണെങ്കിലും, ഇതാണെങ്കിലും ഇത് അതിൻ്റെ കൂടെ വരും. നമുക്ക് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് കാരണം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു ശരിക്കും ആ തിയറി വർക്ക് ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ കൂടെ വരണം. അതിനാണ് ഈ പറഞ്ഞ കണക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിന് കണക്ടർ എഡിറ്റ് ചെയ്യാനാണ് അതിൻ്റെ താഴെയുള്ളത്. അതിൻ്റെ പൊസിഷൻ മാറ്റാനും, ഇത് റൈറ്റ് ആംഗിൾ കണക്ടർ, എഡിറ്റ് ആങ്കർ. ആങ്കറിനെ മാറ്റി ഞാൻ ഇതിന് കൊടുത്തു. ആങ്കർ, ഡിലീറ്റ് ആങ്കർ. ഈ റെഡ് ഡോട്ടിനെയൊക്കെ ഡിലീറ്റ് ചെയ്യാനാണ് സെലക്ട് ചെയ്യണത്. നമുക്ക് ആവശ്യമില്ലാത്ത പോയിന്റൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക, ആ ഡോട്ട്സിനൊക്കെ. വേണ്ട, അപ്പോഴത്തെ റെഡൊന്നും ഇല്ല. ഇപ്പോൾ ചിലപ്പോൾ ആ കണക്ഷൻ വരാത്ത ഭാഗത്ത് റെഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഭാഗം ഡിലീറ്റ് ചെയ്യാനാണ് അതിൽ എഡിറ്റ്, ഏറ്റവും താഴെ എഡിറ്റ് ആങ്കർ പോയിന്റ് എന്നുള്ളത്.